നാം എങ്ങനെയാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്? ക്രിസ്തുവിൽ നമുക്കെങ്ങനെ മരിക്കാം? ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവനാണ് ക്രിസ്തുവിൽ മരിക്കുന്നവർ. കാരണം ക്രിസ്തുവിന് കേൾവിക്കുറവുണ്ടോ? ക്രിസ്തുവിന് ഒരിക്കലും കേൾവിക്കുറവുണ്ടായിട്ടില്ല. അപ്പോൾ ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14:13-14 പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ക്രിസ്തു പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഇതാണ് ക്രിസ്തുവിൻ്റെ ഉറപ്പ്. അപ്പോൾ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് എന്തെങ്കിലും പ്രാർത്ഥിച്ച് ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ നാം മറ്റു പലരെയും ആശ്രയിക്കുന്നു. ക്രിസ്തുവിന് കേൾവിക്കുറവുള്ളതിനാൽ പലപ്പോഴും ക്രിസ്തു ബിസി ആയിരിക്കും എന്നുള്ളതാണ് പല വിശ്വാസികളുടെയും ധാരണ. അപ്പോൾ ക്രിസ്തുവിന് കേൾവിക്കുറവുണ്ട്, ബിസി ആയതുകൊണ്ട് നമുക്ക് പലരെയും മറ്റ് മാർഗങ്ങളിലൂടെ ക്രിസ്തുവിനെ ഒന്ന് തൊട്ടുണർത്താം, കാരണം കേൾവിക്കുറവുള്ളവനല്ലേ എന്ന് കരുതി പലരും മറ്റ് നാമങ്ങളെടുത്ത് ക്രിസ്തുവിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ക്രിസ്തുവിനേക്കാളും പ്രാർത്ഥിക്കാൻ മറ്റൊരു സഹായം ആവശ്യമായി വരുന്നു. അപ്പോൾ സ്വാഭാവികമായി തന്നെ ക്രിസ്തു ഈ പറഞ്ഞ വചനം 100% വിശ്വസിക്കാത്തതിനാൽ നാം ക്രിസ്തുവിൽ മരിക്കാതെ ആരോടാണോ ക്രിസ്തുവിനെ ഉണർത്താൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അവരിലാണ് നാം മരിക്കുന്നത്, ക്രിസ്തുവിലല്ല നാം മരിക്കുന്നത്. ക്രിസ്തുവിൽ മരിക്കുമ്പോൾ അവസാന കാഹളധ്വനി കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരണമടഞ്ഞവരാണ് ആദ്യം ഉയർക്കുന്നതെങ്കിൽ നാം ക്രിസ്തുവിൽ മരിക്കണമല്ലോ, അല്ലേ? അല്ലെങ്കിൽ പ്രത്യേക സഭകൾ പറയുന്നത് പോലെ നാം ഗീർവറിസ് പുണ്യാളനെ ആശ്രയിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ ആശ്രയിക്കാം. കാരണം അത് അനുവദനീയമായതുകൊണ്ട് നാം എപ്പോഴും അവരോട് പ്രാർത്ഥിച്ചാൽ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. അവർ ക്രിസ്തുവിനോട് പറഞ്ഞോ അല്ലെങ്കിൽ ദൈവത്തോട് നേരിട്ട് പറഞ്ഞോ എങ്ങനെയെങ്കിലും കാര്യം സാധിപ്പിക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്നു, പലരോടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാകുന്നില്ല. ക്രിസ്തു വിശ്വാസത്തിൽ മരിച്ചവരാകണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ നിലനിൽക്കുകയും ക്രിസ്തുവിൽ നിലനിന്ന് പ്രാർത്ഥിച്ച് കാര്യം കിട്ടിയില്ലെങ്കിലും അത് വേണ്ട, ഞാൻ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമ്മൾ അവസാനം വരെ മുറുകെ പിടിക്കുമ്പോൾ മാത്രമേ നമ്മൾ ക്രിസ്തുവിൽ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ദൈവവചനം എല്ലാ രീതിയിലും ഇത് പരിശോധിക്കും. നിങ്ങൾ ക്രിസ്തുവിൽ നിലനിൽക്കുമോ എന്ന് പരിശോധിക്കും. ഉദാഹരണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 5-6 മക്കളുണ്ട്. അപ്പോൾ അതിൽ ഒരു കൊച്ച് ഏർലി പ്രസവിച്ചു. അപ്പോൾ ആ കൊച്ച് ഏർലി പ്രസവിച്ചത് കൊണ്ട് അതിന് ഇൻഫെക്ഷൻ വന്നു. ആസ്പത്രിയിൽ കിടന്നപ്പോൾ ഇൻഫെക്ഷൻ വരികയും ആ കൊച്ചിന് ഇങ്ങനെ ഇൻഫെക്ഷൻ ഹാർട്ടിന് ബാധിക്കും, നട്ടലിന് ബാധിക്കും, തലച്ചോറിന് ബാധിക്കും. ഇങ്ങനെ ഡോക്ടർമാർ നിരന്തരമായി എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഡോക്ടർമാരുടെ മീറ്റിംഗാണ്. കൊച്ചിന് അങ്ങനെ ഉണ്ടാവും, കൊച്ചിന് ഇങ്ങനെ ഉണ്ടാവും, നിങ്ങളെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഓരോ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ കൊച്ചിനെ അവർ നിരന്തരമായി കുത്തിവെച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ച് ചെറിയ കൈക്കുഞ്ഞാണ്, ഏർലി ജനിച്ചതുകൊണ്ട് നമ്മൾ എന്തെന്നില്ലാത്ത ആ കൊച്ചിൻ്റെ വേദന അവന് പലതവണ കുത്തിവെക്കുകയും അത് കരയുകയും അതിനെ ഇതിലെയൊക്കെ ഓരോ നീഡിൽസ് കയറ്റുകയും ഒക്കെ നമ്മൾ കാണുകയും കൊച്ചു പിടഞ്ഞ് കരയുന്നത് നാം കാണാനിടയായപ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിച്ചു. നമ്മൾ ഓരോ ദിവസവും ഈ കൊച്ച് ഇനിയും കൊച്ചിൻ്റെ തലേമേ ഇവർ ഒരു ട്യൂബ് ഇടും, ബ്ലഡ് കയറ്റാൻ, ബ്ലഡിലേക്ക് ഒരു മരുന്ന് കയറ്റാൻ എന്നൊക്കെ പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ കൊച്ചിൻ്റെ കാലും ഒരു ട്യൂബ്, കയ്യും ഒരു ട്യൂബോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ച് ജനിച്ച് 2 ആഴ്ചയ്ക്കൊക്കെ ഇതുപോലെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
യേശു ക്രിസ്തു വിളി കേൾക്കുന്നില്ല. നാം പല വചനങ്ങളും കോട്ട് ചെയ്തുകൊണ്ട് ദൈവത്തിന് കരഞ്ഞ് നിലവിളിച്ചിട്ടും യേശു ക്രിസ്തു ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തു മിണ്ടാതാവുകയും നാം പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എനിക്ക് ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ പലരും നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ ഇന്ന മധ്യസ്ഥം പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നിനക്ക് അവരുടെ കോപം നിൻ്റെ മുകളിലുണ്ടാവും, നിൻ്റെ കൊച്ചിന് അപകടം വരും, കാരണം നീ ഉടനടി ആ പുണ്യാളൻ്റെയോ അല്ലെങ്കിൽ ഈ മാതാവിൻ്റെയോ പാട്ടുകൾ പാടണം, പാട്ടുകൾ പാടിയില്ലെങ്കിൽ നിനക്ക് ദോഷമുണ്ടാകും. അതുകൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന ക്രിസ്തു കേൾക്കും, അല്ലെങ്കിൽ കേൾക്കുകയില്ല. മറ്റു ചിലർ പറഞ്ഞു, ഇന്ന പള്ളിയിൽ ഇങ്ങനെ പല പ്രത്യക്ഷമുള്ള പള്ളികളുണ്ട്, ആ പള്ളികളിൽ നീ നേർച്ചയ്ക്ക് ഇത് കൊടുത്താൽ ഒരു എന്തെങ്കിലും, ചിലയിടത്ത് കിരീടം വയ്ക്കുക, ചിലയിടത്ത് അടിമ വയ്ക്കുക, ചിലയിടത്ത് വളയിടുക, പല ആചാരങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ആശ്രയിച്ചാൽ ചിലപ്പോൾ നിൻ്റെ പെട്ടെന്ന് പ്രാർത്ഥന കാര്യം നിനക്ക് പെട്ടെന്ന് മറുപടി കിട്ടണമെങ്കിൽ നീ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ നിൻ്റെ കാര്യം, ഉദ്ദിഷ്ട കാര്യലബ്ധി പൂർത്തിയാവും. അപ്പോൾ ഇങ്ങനെ എന്നെ പല രീതിയിലും ഇത് പിടിച്ചുലച്ചപ്പോൾ ഞാൻ നേരിട്ട ഗദ്ഗതമാണ് പറയുന്നത്. നിങ്ങളും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്ത അവസ്ഥകൾ വരും. ആ അവസ്ഥകൾ വരുമ്പോൾ നാം എന്ത് ചെയ്യും? പല സൈഡിൽ നിന്നും ഒരു മാസമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ല, ആസ്പത്രിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല കൊച്ചിനെയും കൊണ്ട്. അപ്പോൾ കൊച്ചിനെ ഈ ഇൻക്യുബേറ്ററിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേദനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവർ നമ്മളെ ഇനി തലച്ചോറൊന്ന് ടെസ്റ്റ് ചെയ്യണം, ഇൻഫെക്ഷൻ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ ടെസ്റ്റുകൾ, MRI എന്നും പറഞ്ഞ് ഓരോ ടെസ്റ്റുകൾ ഈ ചെറിയ കൊച്ചിനെ, ജനിച്ച് 2 ആഴ്ചയായുള്ള കൊച്ചിനെ ഈ എല്ലാ ടെസ്റ്റുകളും കൊണ്ടുപോവാണ്. നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മൾക്ക് കൊച്ചിന് കൊണ്ടുവരുവാനായിട്ട് പറ്റില്ല. കാരണം ചികിത്സ വിധിക്കുന്ന ഡോക്ടർമാരാകിയാൽ ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം, നമുക്ക് ആ കൊച്ചിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം എന്നാണ്. കൊച്ചിനെ ദൈവം നോക്കിക്കോളും എന്നുള്ള വിശ്വാസവുമുണ്ട്. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല, കൊച്ചിനെ അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ സമ്മതിക്കില്ല. കൊച്ചിനെ നിരന്തരം കുത്തിവെച്ച് ഓരോ ടെസ്റ്റുകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ജനങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ഞാൻ പറയുന്നത്. നീ അവരോട് പ്രാർത്ഥിച്ചോ, ഇന്ന സ്ഥലത്ത് പോക്കോ, ഇനി ഇന്ന വ്യക്തിയോട് പ്രാർത്ഥിച്ചോ. അപ്പോൾ ക്രിസ്തുവിൽ നാം നിലനിൽക്കണമെങ്കിൽ, ക്രിസ്തുവിൽ നാം പ്രാർത്ഥിച്ചാൽ ലഭിച്ചില്ലെങ്കിലും ക്രിസ്തുവിൽ നിലനിൽക്കാനുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന് ക്രിസ്തു വചനമാകയാൽ വചനം നിങ്ങളെ പരിശോധിക്കും, വചനം നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യും. അത് ക്രിസ്തുവിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പരീക്ഷണമാണ്. അപ്പോൾ പലരും പറഞ്ഞു, ഞാൻ പലയിടത്തും പ്രാർത്ഥിച്ചു, അപ്പോൾ എൻ്റെ കാര്യം നടന്നില്ല. അപ്പോൾ ശബരിമലയിൽ പോയി യേശുദാസിന് കൊച്ചുണ്ടായി. അപ്പോൾ യേശുദാസ് ശബരിമല വിശ്വാസിയായി. അപ്പം നാം പ്രാർത്ഥിക്കുന്ന കാര്യം കേൾക്കുന്ന ഏതെങ്കിലും ദൈവമുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ വിധിയെഴുതും. അങ്ങനെ ആവരുത്. ഞാൻ പറയുന്ന കാര്യം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടി പലയിടത്തും ഞാൻ പോകുമ്പോൾ അതിലൊരു സ്ഥലത്ത് കാര്യം ലഭിച്ചാൽ അതായിരിക്കും എൻ്റെ ദൈവം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓടുന്നവരാണെങ്കിൽ അബ്രഹാം പിതാവ് കൊച്ചില്ലാത്ത സമയത്ത് ഈ ദൈവത്തിന് വിട്ട് വേറെ പലയിടത്തേക്ക് ഓടിയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല. അബ്രഹാം പിതാവ് വിശ്വസിച്ച ദൈവത്തിനെ മാത്രമേ അബ്രഹാം വിശ്വസിച്ചുള്ളൂ. അതിനാൽ വിശ്വാസികളുടെ പിതാവായി. ഇതുപോലെ തന്നെയാണ് നാമും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ക്രിസ്തുവിനെ വിട്ടുകൊണ്ട് പല മാർഗങ്ങളിലേക്കും തിരിയരുത്. ക്രിസ്തുവിന് കേൾവിക്കുറവുള്ളത് കൊണ്ട് ക്രിസ്തുവിൻ്റെ കേൾവി ഒന്ന് ശരിയാക്കാൻ നിങ്ങൾ ഒരുമ്പെടുകയാണെങ്കിൽ പിന്നീട് ക്രിസ്തുവിനെയല്ല നിങ്ങൾ ആശ്രയിക്കുക. ക്രിസ്തുവിനെ കേൾവി ശരിയാക്കുന്ന ആൾ ആരാണോ ആ ആളായിരിക്കും നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ.
അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചവരുമാകുകയില്ല അവസാന നാളിൽ. അപ്പോൾ ഞാൻ ഇതിലൂടെ കടന്നു പോയപ്പോൾ ഇന്ന വള ധരിപ്പിക്കണം, ഇന്ന രൂപത്തിന്മേൽ ഒരു വള നമ്മൾ നേർച്ചയായി കൊടുത്ത് ആവുമ്പോൾ വളയിടാം, അങ്ങനെ പല പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അപ്പോൾ നാം എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മളുടെ ദുർബല നിമിഷം ചൂസ് ചെയ്യുക, ദുർബല നിമിഷം നേട്ടമുണ്ടാക്കാനായിട്ട് പല വിശുദ്ധരും പല മാതാവുകളും, മാതാവിൻ്റെ തന്നെ മാതാവ് ഒരു മാതാവല്ലോ, കെട്ടുകൾ അഴിക്കുന്ന മാതാവുണ്ട്, വേളാങ്കണ്ണിയിൽ മാതാവുണ്ട്. ചിലവർക്ക് ഈ മാതാവിനോട് താല്പര്യമില്ല, കെട്ടുകൾ അഴിക്കുന്ന മാതാവാണ് താല്പര്യം. ചിലവർക്ക് ആ മാതാവിന് താല്പര്യമില്ല, വേറെ ഗുഡാലൂപ്പ മാതാവിനെ പിടിക്കും. മാതാവ് തന്നെ 10,000 സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ പലർക്കും പല മാതാവിനെ താല്പര്യമുള്ളൂ, പല മാതാവിൻ്റെ പ്രത്യക്ഷങ്ങൾ അവർക്ക് അനുഭവം ഉണ്ടാകുന്നില്ല. അപ്പോൾ തന്നെ അവർ മാറി മാറി പരിശോധിക്കുകയാണ്. ഇങ്ങനെ മാറി നടക്കുന്ന ജനമേ, നിങ്ങളൊന്നും മനസ്സിലാക്കൂ. ക്രിസ്തുവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റൊരിടത്തും പോകരുത്. ക്രിസ്തുനാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ ക്രിസ്തു അത് നടത്തിത്തരും എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായ വചനത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ പറയാലോ, എനിക്ക് വേണ്ടി പലരും പ്രാർത്ഥിച്ചു. ഈ അവസരത്തിൽ പലരും പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു ചിന്ത ഇതാണ്: നമുക്ക് മധ്യസ്ഥം ആരെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. കാരണം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന വിശുദ്ധർ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയോടൊപ്പം നമ്മളും ചേർന്ന് ദൈവത്തിനോടൊപ്പം പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം, നിങ്ങളെയും ആഗ്രഹം. അതിനൊന്നും നാം എതിരല്ല. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ വിട്ടുകൊണ്ട് ഇവരെ മാത്രം പിടിക്കുമ്പോൾ നമ്മളുടെ ദൈവം മറ്റൊരുവനായി മാറും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് കാര്യം നടക്കുന്ന ഒരു പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ദൈവം. മധ്യസ്ഥം എന്നൊക്കെ പറയുമെങ്കിലും അത് ദൈവമായി മാറും. നമ്മൾ അതിനെയായിരിക്കും, ആ വ്യക്തിനെ അല്ലെങ്കിൽ ആ മധ്യസ്ഥനെ ആയിരിക്കും നാം എപ്പോഴും ആശ്രയിക്കുക. അതുകൊണ്ട് ക്രിസ്തുവിൽ എനിക്ക് അനുഭവം നേരിട്ടപ്പോൾ പലരും പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവസാനം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവത്തോട്: ക്രിസ്തുനാമത്തിലല്ലാത്ത എല്ലാ പ്രാർത്ഥനകളും ഐ ക്യാൻസൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പ്രാർത്ഥിച്ചു. ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാണ്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് വേണ്ട. ക്രിസ്തുനാമത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിച്ചത് സഫലമാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതാണ് നാം ക്രിസ്തുവിൽ അവസാനം വരെ നിൽക്കുവാൻ നാം ആഗ്രഹിക്കുന്നവർ അതാണ് ചെയ്യേണ്ടത്. ആമേൻ.